सेमीफाइनल जा रहा है। यार संजू सैमसन से सॉरी Played Chata, well played. സഞ്ജു സ്പെഷ്യൽ സാംസൺ. ഇന്നലത്തെ വീഡിയോയില് ഇങ്ങനെ നമ്മുടെ ചെണ്ടമേള ഇല്ലാത്തത് കൊണ്ട് കുറച്ച് പേർക്കൊക്കെ പിന്നെ പറഞ്ഞു ചേട്ടാ ചെണ്ടമേള കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇന്നലെ ഇമോഷണലി ഭയങ്കര ഡൗൺ ആയിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര ഇമോഷണൽ ആയിപ്പോയി ഇന്നലത്തെ ആ ഒരു ഇന്നിങ്സ്. എത്ര കണ്ടാലും ഉറക്കം കൂടി വരാത്ത രാജ്യങ്ങൾ. എനിക്കറിയാം ഇന്നലെ ആ മാച്ച് കണ്ടിട്ട് ഒരു മനുഷ്യനും ഉറങ്ങിക്കാണും. ഇന്നൊക്കെ ആയിരിക്കും കിടന്ന് ഉറങ്ങിയത്. എത്ര വട്ടം ആ ഹൈലൈറ്റ്സ് കണ്ടു എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച്, എത്ര വട്ടം അതിന്റെ റിപ്ലൈ ഉണ്ടാവും നോക്കിയിട്ട് അത് ഒന്നും കൂടി കാണാൻ വേണ്ടിയിട്ട് എത്ര പേര് ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്ക്. ഏതാണ്ട് 51 മില്യൺ ആൾക്കാരാണ് കണ്ടിരിക്കുന്നത് ആ ഒരു കളി. മനസ്സിലായോ? ഇന്ത്യയും ഈ പറയുന്ന വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള കളികൾ കണ്ടിരിക്കുന്നത് 51 മില്യനാണ്. ഇപ്പോഴത്തെ പിന്നെ എന്താണ് ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയത് ആ ഒരു പിന്നെ മാച്ചിനായിരുന്നു. സത്യം പറയാലോ, ഇന്നലത്തെ കളി അത് ആലോചിക്കുമ്പോൾ തന്നെ രോമാഞ്ചമാണ്. രോമാഞ്ചം കിട്ടില്ല. ഒരു ചെറിയൊരു കമന്റ് കേൾക്കാമേ, കേട്ടോ. भारत सेमीफाइनल जा रहा है। भारत सेमीफाइनल जा रहा है। ഭാരത് സെമിഫൈനൽ ജാ രഹാ ഹേ. ആ ഒരു ഫീല് കണ്ടോ പുള്ളി പറഞ്ഞതിന്റെ ആ ഒരു ഫീല്? അതാണ് എല്ലാവർക്കും മനസ്സിലായില്ല. ആ കമന്റേറ്റർ ആയിട്ടുള്ള ഒരുപാട് കമന്റുകൾ നമുക്കിപ്പോ എനിക്ക് തോന്നി ഈ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നമ്മൾ ഇൻസ്റ്റ തുറന്നാലോ ഫേസ്ബുക്ക് തുറന്നാലോ ഇത് തന്നെയായിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളല്ലേ വീണ്ടും വീണ്ടും വരത്തുള്ളൂ. ഇത് തന്നെയായിരിക്കും. എന്തുമാത്രം സാധനങ്ങളാ അല്ലേ? എത്ര പേര് സഞ്ജുവിനെ കുറ്റപ്പെടുത്തിയവർ ഇരുന്ന് അവസാനം മാപ്പ് പറയുന്ന കുറെ വീഡിയോയിലൊക്കെ ഞാൻ വെക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ പറയുന്ന സൂര്യകുമാർ യാദവ് വന്ന് അവനൊരു പിന്നീട് ഒരു ബഹുമാനം കൊടുക്കുന്ന ഒരു സീൻ ഉണ്ട്. എല്ലാരും കണ്ടിരിക്കും. ഇവർ കാണാം. ഈ സീനൊക്കെ നമുക്കിനി മറക്കാൻ പറ്റുമോ ജീവിതത്തില്? ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സീനൊക്കെ മറക്കാൻ പറ്റുമോ? ആലോചിച്ച് നോക്കി. സത്യം പറഞ്ഞാൽ ഇന്നലത്തെ ഒരു ഇന്നിങ്സ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ മനസ്സിലാക്കുന്നത് സഞ്ജുവിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. സഞ്ജുവിന്റെ ക്രിക്കറ്റ് കരിയറിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് ഞാൻ കരുതുന്നു. കാരണം എപ്പോഴും നമ്മൾ സഞ്ജു സാംസനെ കണ്ടിട്ടുള്ളത് അടിക്കും. ഈ പറയുന്ന 100 അടിച്ചിട്ടുണ്ട്, 30 ബോളിൽ 40 ബോളിലൊക്കെ 100 അടിക്കും. അടിച്ചെങ്കിൽ പിന്നെ തനക്ക് കിട്ടുമ്പോൾ അടി. പക്ഷെ ഇന്നലെ കളിച്ചത് വേറൊരു കളിയാണ്. ഇന്നത്തെ ഒരൊറ്റ കളിയിൽ നിന്ന് സഞ്ജു സാംസന് ഒരു കാര്യം മനസ്സിലായോ? നിന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന ആദ്യത്തെ പവർ പ്ലേയിൽ ഞാൻ അടിച്ചു, അതിനുശേഷം ഞാൻ കുറച്ചു നിന്ന് കഴിഞ്ഞാൽ ഇതല്ല ഇതിന്റെ അപ്പുറം സ്കോർ എനിക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന്. അതായത് ഞാൻ ഓപ്പണിംഗ് ഇറങ്ങി ഞാൻ കളിക്കുകയാണ്. ഞാൻ ഇങ്ങനെ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു സൈഡിൽ നിന്ന് വിക്കറ്റ് പോകുന്നു. നല്ല കാര്യമല്ല പറയാം. വിക്കറ്റ് പോകുന്നു, ഞാൻ വീണ്ടും റൺസ് എടുക്കുന്നു, എനിക്ക് ബാറ്റിൽ കിട്ടുന്നു, എനിക്ക് 4 അടിക്കാൻ പറ്റുന്നുണ്ട്. വീണ്ടും അടുത്ത ആൾ വരുന്നുണ്ട്, അയാൾ പെട്ടെന്ന് പോകുന്നു. ഞാൻ വീണ്ടും അവിടെ സ്റ്റിൽ ആവുമ്പോൾ അപ്പോഴും കിട്ടുന്ന ഒരു എനർജി, ഒരു കോൺഫിഡൻസും ഉണ്ട്. അത് ബെറ്റർ ആയിട്ട് അറിയാന്നുള്ളത് വിരാട് കോഹ്ലിക്കാണ്. വിരാട് കോഹ്ലി വന്ന് എന്ത് ചെയ്തു, ഒരു ആങ്കർ റോൾ കളിച്ച് പതുക്കെ മറ്റേ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ തൊഴിഞ്ഞുകൊണ്ട് പോകുമ്പോഴും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. നമ്മൾ വിചാരിക്കും പോട്ട് ഞാൻ നിൽക്കണം, ഞാൻ അവസാനം വരെ നിൽക്കണം, ഈ കളി ഇതാണ് എൻ്റെ കളി, ഇതാണ് എൻ്റെ ദിവസം എന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. ആ ഒരു സ്പിരിറ്റ് അപ്പോഴൊക്കെ നമ്മൾക്ക് കൃത്യമായിട്ട് ബാറ്റിൽ ബോൾ കയറും, നമുക്ക് ടൈമിങ് സൂപ്പർ ആയിരിക്കും. അപ്പൊ ആ ഒരു മനസ്സിലായി ഞാൻ പറഞ്ഞത്. ആ ഒരു സാധനം ഇന്നലെ സഞ്ജു സാംസന് കിട്ടിയിട്ടുണ്ട്. അത് സഞ്ജു സാംസൺ ഭയങ്കര വിരളമായിരിക്കും. സഞ്ജു സാംസൺ ഇങ്ങനെ നിൽക്കുകയും ബാക്കിയുള്ളവർ ഇങ്ങനെ ഔട്ടായി പോവുകയും ചെയ്യും. സഞ്ജു സാംസൺ അടിക്കും, അതൊക്കെ ശരി തന്നെയാണ്, അടിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇതുപോലെ താൻ നിന്നടിക്കുന്നു, എന്ത് ചെയ്യുന്നു, താൻ നിൽക്കുന്നു, ബാക്കി വരുന്നവരെല്ലാം ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വിക്കറ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നു, പ്രഷർ കൂടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് എപ്പോഴും 4 വേണം, അപ്പോഴൊക്കെ ഞാൻ 4 അടിക്കുന്നു, എപ്പോഴൊക്കെ സിംഗിൾ വേണം അപ്പോഴൊക്കെ ഞാൻ സിംഗിൾ എടുക്കുന്നു. അപ്പോൾ ഒരു കോൺഫിഡൻസ് ലെവൽ അവിടെ ആ ഒരു 12 ഓവർ കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാലോ ഒരു ബോൾ പോലും മുക്കി അടിച്ചിട്ടില്ല. പിന്നെ അടിച്ചത് ഏറ്റവും അവസാനത്തെ ഓവറിലാണ് 6 അടിച്ചത്. അതുവരെ എല്ലാം ഗ്രൗണ്ടിൽ ടക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ആ ബാറ്റിൽ കൊള്ളുമ്പോൾ ഒരു സൗണ്ട്, ഒരു മധുര സൗണ്ട് ഉണ്ടല്ലോ. ഒരു ഓഫ് സൈഡിലൊക്കെ ഒന്നൊക്കെ ഇങ്ങനെ തഴുകി വിടുന്ന ഒരു 4 കണ്ട, ഇങ്ങനെ തേച്ച് വേടാന്ന് പറഞ്ഞുകൊണ്ട് തഴുകി വിടുന്ന ഒരു 4 കണ്ടോ. ഓഫ് സൈഡിൽ എത്രയൊക്കെ അടിച്ചിട്ടുണ്ട്, കറക്റ്റ് ഗ്യാപ്പ്, ഒരു കിണത്തിന് അത് തടയാനും കൂടി പറ്റും. പരിസരത്തെ ആളില്ല, അപ്പുറത്ത് അമ്മാതിരി പിന്നീട് അപ്പാരം
പിന്നെ ടൈമിംഗ് ആയിരുന്നു കേട്ടോ ഇന്നലെ. അപാര ടൈം. ഇന്നലെ ഗൗതം ഗംഭീർ പറഞ്ഞൊരു കേസ് ഉണ്ട്. സഞ്ജുവിന്റെ 97 പോലെ അതുപോലെ വിലപ്പെട്ടതാണ് ഈ പറയുന്ന ആരുടെ ശിവൻ ദുബെയുടെ 2 ഫോറുകൾ ഉറപ്പാണ്. അത് ഞാനും വില കുറച്ച് കണ്ടില്ല. ആ ശിവം ദുബെയുടെ 2 ഫോർ വളരെ വളരെ വിലപ്പെട്ടതാണ്. ആ ഓവറിൽ അവൻ വന്ന് 2 ഫോർ അടിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കും. ഇപ്പം സഞ്ജു അടുത്ത ഇവന് ഫോർ അടിക്കാൻ പറ്റിയില്ല. ഇൻ കേസ് ഒരു ഫോറാണെന്ന് ധരിക്കും, അടിക്കാൻ പറ്റിയില്ല. അടുത്ത ബോൾ ഒരു ബോൾ കൊണ്ട് യോർക്കിട്ട ഫോർ അടിക്കാൻ പറ്റില്ല. ചിലപ്പോൾ സിംഗിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്നത് കളി ടപേനെ മാറും. അപ്പൊ എല്ലാം കൊണ്ടും മനസ്സിലായോ, എല്ലാം കൊണ്ടും സഞ്ജുവിന്റെ ദിവസം കിട്ടില്ല വരുന്നത്. അതുമല്ല സഞ്ജുവിന്റെ ആ ഒരു ഇന്നിങ്സ് വേറൊരു ലെവലിലേക്ക് അവനെ കൊണ്ടെത്തിക്കും. അവന് മനസ്സിലായിട്ടുണ്ട് കാര്യങ്ങൾ. ഇപ്പോൾ എങ്ങനെ നമുക്ക് ടീമിന് വേണ്ടിയിട്ട് എന്താ നോക്കിയാൽ ഇന്നലെ ഒരു കമന്റ് കണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കമന്റ് ആയിരുന്നു. നമ്മൾ വന്നൊരു കമന്റ്, അതായത് അത് തുടക്കം ഈ പറയുന്ന ആരെ പോലെ രോഹിത് ശർമ്മയെ പോലെ, പിന്നീട് മിഡിൽ ഓർഡറിൽ ഈ പറയുന്ന വിരാട് കോഹ്ലിയെ പോലെ ഫിനിഷർ, ധോണിയെ പോലെ ഫിനിഷ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടില്ല അല്ലേ. ഈ പറയുന്ന രോഹിത് ശർമ്മയെ പോലെ നല്ല ടൈമിങ്ങിൽ പട്ടയനെ അടിച്ചു തുടങ്ങി. അതിനുശേഷം ഈ പറയുന്ന എന്താണ് നമ്മുടെ വിരാട് കോഹ്ലിയുടെ ആ ഇന്നിങ്സ് ആ ഒരു ആങ്കർ റോൾ കൊണ്ടുവന്ന് അവസാനം ധോണിയെ പോലെ ഫിനിഷ് ചെയ്തു. സൂപ്പറടാ മച്ചാനെ, സൂപ്പറടാ, നീ സൂപ്പറടാ, ഒന്നും പറയാനില്ല കേട്ടോ. ചേട്ടാ നമ്മുടെ ചേട്ടാ എന്ന് പറയുന്ന ഒരു വാക്ക് ലോകത്ത് ഈ ലോകം മൊത്തം അറിയിച്ചൊരു വ്യക്തിയാണ് സഞ്ജു സാംസൺ. ചേട്ടാ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താണ് അർത്ഥമെന്ന് ക്രിക്കറ്റ് പ്രേമികൾക്ക് എല്ലാം, ലോകത്ത് എവിടെയൊക്കെ ആരൊക്കെ ക്രിക്കറ്റ് കാണുന്നു അവർക്കെല്ലാം അറിയാം. ചേട്ടാ എന്ന് പറഞ്ഞാൽ സഹോദരനാണ് എന്നുള്ളത് എല്ലാവർക്കും പറയാം. അതിന്റെ 1-2 റീലുകൾ നമ്മൾ കേൾപ്പിക്കാം കേട്ടോ. Cheta. What does that mean? Brother. Cheta in Malayalam. Whistle Cheta. Yeah, perfect. എന്താ ചേട്ടാ വിസിൽ പോട്. ചേട്ടാ വിസിൽ പോടു. ഇനിയും കാണിച്ചു തരാം. ഓക്കെ. Well played Cheta, well played. Just imagine 2015 में 20 साल का एक लड़का तिरुवनंतपुरम से भारत के लिए अंतरराष्ट्रीय डेब्यू बना रहे हैं. 11 साल लगे हैं इस मोमेंट के लिए, अपने पल. 12 वर्ष. और इस 11 साल में फ्रेंचाइज क्रिकेट के तक डार्लिंग रहे हैं. आइदर भारत के लिए जल्दी खेले हैं या लेट खेले हैं या बेंच पे बैठे हैं. T20 विश्व कप के लिए भी गए थे. वेस्ट इंडीज मेडल है, the contributions had not come. तो इस बार एक T20 विश्व कप घरेलू मैदान में हम खेलेंगे. He's got all the confidence और रन तो आ रहे हैं. शतक मारा है 3 बार and suddenly script is writing itself. रन्स किधर गए, दरवाजा खोला. एक और भारतीय विकेट कीपर बैटर के लिए जो खुद का रिडेम्पशन टेल लिख रहे हैं. लेकिन इस बार एक हार ने एक और बार दरवाजा खोला था संजू सैमसन के लिए. एंड दिस टाइम चेटा वाज नॉट लुकिंग बैक. T20 के एलीट 2 बार विजेता वो है चुनौती वेस्ट इंडीज. लक्ष्य है सेमीफाइनल्स. He's carried his bat through. Well played Cheta, well played. വെൽ പ്ലേഡ് ചേട്ടാ, വെൽ പ്ലേഡ് ചേട്ടാ. ഇപ്പം ഫേമസ് ആണ്. ചേട്ടൻ എന്ന് പറഞ്ഞാൽ ലോകം മൊത്തം ഫേമസ് ആണ്. മനസ്സിലായോ, ലോകം മൊത്തം ഫേമസ് ആണ്. ഇത് ഇവര് പറഞ്ഞൊരു കാര്യമുണ്ട്, മനസ്സിലായോ. ഒരു ഇന്ത്യയുടെ ഒരു തോൽവിയാണ് സഞ്ജു സാംസനെ വീണ്ടും ടീമിലേക്ക് കൊണ്ടുവന്നത്. മനസ്സിലായോ, ഇന്ത്യയുടെ ഒരു തോൽവിയാണ്. അത് ആദ്യം മനസ്സിലാക്കുക. ഇനി ഈ പറയുന്ന എല്ലാവരും നമ്മുടെ ഈ സൂര്യകുമാർ യാദവിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട്. സൂര്യകുമാർ യാദവ് വന്ന് ഈ പറയുന്ന സഞ്ജു സാംസനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് ഇട്ടുതരാമേ. One more step closer. Hopefully this may continue. रुलाएगा क्या पगले? കരയിപ്പിക്കല്ലേ എന്നാ പറഞ്ഞത്. But then very happy. Thank you, very mate. Thank you, mate. He deserves it. എനിക്ക് സഞ്ജു സാംസൺ തന്നെ പറഞ്ഞു, ഞാനും ഈ പറയുന്ന സൂര്യകുമാർ യാദവും ഭയങ്കര ഒരു മച്ച കമ്പനിയാണ്, ഒരു ഒറ്റ ചങ്കുകളാണ്. അന്നൊരു കേസിൽ ഈ പറഞ്ഞ സൂര്യകുമാർ യാദവ് സഞ്ജുവിനെ പറ്റി അങ്ങനെ പറഞ്ഞതിൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഫീൽ ആയിട്ടില്ല. ഞാൻ കാണുന്നത് മറ്റൊരു രീതിയിലാണ്. അതായത് അഭിഷേക് ശർമ്മ ആയിക്കോട്ടെ, ഈ പറയുന്ന ഇവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുമ്പ് അഭിഷേക് ശർമ്മ എങ്ങനെയാണ് വന്നത്, ഒരു 3 കളി ഡക്കായി എന്ന് വെച്ചോ, അതിന് മുമ്പ് അവൻ എങ്ങനെ ടീമിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. രണ്ടാമത് ഈ പറയുന്ന നമ്മുടെ അഭിഷേക് ശർമ്മയെ മാറ്റിയിട്ട് സഞ്ജു സാംസനെ എടുക്കണമെന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. പിന്നീട് ചോദിച്ചത് എന്താണ്, ഇഷാൻ കിഷൻ വന്നിട്ട് എന്താണ് ഇവിടെ വന്ന് വേൾഡ് കപ്പിൽ വന്ന് അടിച്ചു പൊളിച്ച് അവനെ കളിച്ചോളുന്നത്. അപ്പൊ അവനെ മാറ്റിയിട്ട് നിങ്ങൾ സഞ്ജു സാംസനെ എടുക്കണോ? അതാ ഇനി അഭിഷേക് ശർമ്മയെ മാറ്റിയിട്ട് സഞ്ജു സാംസനെ എടുക്കണോ എന്ന് ചോദിച്ചാൽ എനിക്ക് തെറ്റ് തോന്നില്ല. കാരണം ആ സ്ഥാനത്ത് ഈ പറയുന്ന അഭിഷേക് ശർമ്മയുടെ സ്ഥാനത്ത് സഞ്ജു സാംസൺ ആയിരുന്നെങ്കിലും ഉറപ്പാണ് 100% എഴുതരാം ഈ പറയുന്ന സൂര്യകുമാർ യാദവ് അങ്ങനെ ചോദിക്കുള്ളൂ, അങ്ങനെ ചോദിക്കാവൂ. മനസ്സിലായോ? അതായത് ഈ പറയുന്ന അഭിഷേക് ശർമ്മ
ബാക്കി എല്ലാ കളിയിലും കളിച്ച് വേൾഡ് കപ്പിൽ ഒരു 3 ഡക്കായപ്പോൾ അവനെ മാറ്റിക്കൊണ്ട് അടുത്തവരെ കൊണ്ടുവരുന്നത് ശരിയാണോ എന്നാണ് അവൻ ചോദിച്ചത്. മനസ്സിലായോ? അതിപ്പോ സഞ്ജു സാംസന്റെ അടുത്താണ് ചോദിച്ചിരുന്നില്ല. സഞ്ജു സാംസനാണ് ഈ ഒരു അവസ്ഥയിലായിരുന്നെങ്കിൽ നമ്മൾ പറയത്തില്ലേ. അതൊരിക്കലും ഹേർട്ടി തട്ടിക്കൊണ്ടോ അല്ലെങ്കിൽ അവനെ ഇഷ്ടമില്ലാത്തത് കൊണ്ടൊന്നും അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കി. ഇനി കുറെ പേരെ അവനെ കുറ്റപ്പെടുത്തിയവരുണ്ട്. അവസാനം ഒന്ന് മാപ്പ് ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. കേൾപ്പിക്കണം. सबसे बड़ी बात है जब दुनिया ने इससे भरोसा खो दिया था, मेरे को नहीं था भरोसा भाई संजू पे, मेरे को माफी मांगिए आप संजू सैमसन से। भाई सॉरी, माफी मांगिए आप भी माफी संजू सॉरी यार, कान पकड़ के भाई, कान पकड़ के संजू सैमसन भाई संजू ने अभी तक आज जाके आपने दिखाया है, और अगर ये टैलेंट है आपके अंदर तो भाई आपको कोई नहीं रोक सकता। ആ 3 പേരും എന്താ കാത് പിടിച്ച് മാപ്പ് പറയുന്നത്. കാരണം ഇതിന് കന്നഡ വെച്ചിരിക്കുന്ന പുള്ളി മാത്രമാണ് സഞ്ജു സാംസൺ സപ്പോർട്ട് ചെയ്തത്. അതായത് ഈ ടീപ്പ് പറഞ്ഞപ്പോൾ, അതായത് ഇതിന് മുമ്പുള്ള സംഭവം കേൾക്കണം. ഇവര് പിന്നീട് ഈ ആരുമായിട്ട് നമ്മുടെ വെസ്റ്റ് ഇൻഡീസുമായിട്ട് പ്ലേയിങ് 11 പറഞ്ഞപ്പോൾ ഇവർ മറ്റവരാരും സഞ്ജു സാംസനെ സപ്പോർട്ട് ചെയ്തില്ല. ഈ പുള്ളി മാത്രമാണ് സഞ്ജു സാംസനെ സപ്പോർട്ട് ചെയ്തത്. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇത്രയും തന്നെയല്ലോ ഇവിടെ. ഓക്കെ, ഇത്രയും അതിനെക്കുറിച്ച് സംസാരിക്കാം. ഈ ഒരുപാട് പേരുണ്ട്. ഇപ്പം ശ്രീകാന്ത് ആയിക്കോട്ടെ, ഗവാസ്കറിന്റെ കേസാണ് ഏറ്റവും വലിയ വിറ്റ്. ഗവാസ്കറിന്റെ ഉള്ളിൽ ചെറിയൊരു കുശുമ്പുള്ളൂ എന്നൊക്കെ ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്. ഗവാസ്കർ ഏറ്റവും കുറ്റം ഇന്നലെ ഇരുന്നുണ്ട് സഞ്ജു സാംസനെ പ്രശംസിച്ച് പറയേണ്ട ഗതികേടൊക്കെ പിന്നീട് ഗവാസ്കർ വന്നിട്ടുണ്ട്. ഇപ്പം ശ്രീകാന്ത് ആയാലും ഇപ്പോൾ ഈ തൊഴുതായാലും പലവരും ഒരുപാട് പേര് സഞ്ജു സാംസനെ കുറ്റം പറഞ്ഞിട്ട് ക്രിറ്റിസൈസ് ചെയ്തു. അത് ഒരിക്കലും സഞ്ജു സാംസനോടുള്ള ഒരു വിരോധമല്ല. അതായത് ഇന്നിപ്പോ കണ്ടോ, ഇവരൊക്കെ വളരെ ഇപ്പൊ സഞ്ജു സാംസൺ ഒരു കളി ജയിപ്പിച്ചപ്പോൾ സഞ്ജു സാംസൺ വാനോളം പൊടുത്തുകയാണ്. അവർക്ക് ഒരു രാജ്യസ്നേഹമാണത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം പിന്നീട് എന്താണ്, സഞ്ജു സാംസൺ തുടർച്ചയായിട്ട് ഫെയിലിയർ ആയിട്ടിരിക്കുമ്പോൾ അതിന് പകരം മറ്റൊരാളെ ടിക്കറ്റ് ആകും വന്നാൽ വീണ്ടും ടക്കാവും എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു തെറ്റ്. നമുക്ക് ഏറ്റവും കൂടുതൽ സഞ്ജു സാംസനെ ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അവർ കാണുന്നത് കളി ജയിക്കുക എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ ഒരിക്കലും ഈ പറയുന്ന എന്താണ് ഒരാളെ മാത്രം, വിരാട് കോഹ്ലി തന്നെ ആയിക്കോട്ടെ, അവൻ മോശമായിട്ട് കളിച്ച മോശമാണ്, അവനെ മാറ്റി നിർത്തുന്നത് തന്നെയാണ് ഞാൻ പറയും. അത് അങ്ങനെ പറയാവൂന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളും ഫേവറേറ്റ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ഒരാളുടെ ഫോമാണ്, ആ ഫോം ഇല്ലാത്ത സമയത്ത് മാറ്റിക്കുക. ഇനി അവനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവൻ്റെ അടുത്ത് ഈ തെടുത്തരങ്ങളിൽ നമ്മൾ നല്ല രീതിയിൽ തള്ളക്കി വിളിക്കുകയും ചെയ്യും. അത് വേറൊരു വിഷയം, മനസ്സിലായോ? അപ്പം സഞ്ജു സാംസൺ കഴിഞ്ഞ സീരീസിൽ ഒരു 5 കളി തുടർച്ചയായിട്ട് അവന് അവസരം കൊടുത്തു. അവനതിന് പോകാൻ പറ്റിയില്ല, അവന്റെ ഭാഗ്യം ശരിയല്ലായിരുന്നു. അപ്പോഴേ അവനെ മാറ്റി നിർത്തിയാൽ എനിക്കൊരു തെറ്റും തോന്നിയില്ല. കാരണം ആരായാലും അങ്ങനെ ചിന്തിക്കുള്ളൂ. അപ്പോൾ ഇതിനെക്കാട്ടി നമുക്ക് നമ്മുടെ മലയാളി കൂടി ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ ഇഷ്ടമാണ് സഞ്ജുവിനോട്. അവർക്ക് അങ്ങനെയില്ല, അവർക്ക് എങ്ങനെയെങ്കിലും കളിക്കുന്നവരവിടെ വരണം എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് സഞ്ജുവിന് എന്തിനാ വീണ്ടും ഔട്ടാവും, മറ്റവരെ എടുത്താൽ പോരെ എന്നൊക്കെ പറയുന്നത് സഹജമാണ്. അതല്ലാതെ ഈ പറയുന്ന സഞ്ജു സാംസണിനോടുള്ള വിരോധമായിട്ടൊന്നും ഞാൻ കരുതുന്നില്ല. അതൊക്കെ ഒരു എന്താണ്, ഇന്ത്യ എങ്ങനെയെങ്കിലും ജയിച്ചും കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അവർ പറയുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ചേട്ടാ, എൻ്റെ അണ്ണ, ഇനി 2 കളികൾ ഇംഗ്ലണ്ടുമായിട്ട് അടുത്ത കളി. ഞാൻ പറഞ്ഞല്ലോ, ഫൈനലിൽ ഈ പറയുന്ന ഇന്ത്യ സൗത്ത് ആഫ്രിക്ക പകരം വീട്ടന്റെ ചേട്ടാ. പകരം വീട്ടും ചേട്ടാ, കേട്ടാ. സൗത്ത് ആഫ്രിക്ക നിനക്കൊക്കെ പകരം വീട്ടും. ധൈര്യമായിട്ടിരുന്നോ, ഒരു പ്രശ്നവുമില്ല. ഈ വെസ്റ്റ് ഇൻഡീസിന്റെ അത്രയൊന്നും പ്രശ്നമൊന്നും ഈ ഇംഗ്ലണ്ടിന് ഇംഗ്ലണ്ടോട് കളിക്കുമ്പോൾ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയുടെ കളിയെടുത്ത് നോക്കിക്കഴിഞ്ഞാല് ഇവിടെ എല്ലാം ഒരാളെ മാത്രം നമ്മൾ പിന്നീട് എന്താണ് ആശ്രയിച്ചു കൊണ്ട് നമ്മൾ കളി വന്നിട്ടില്ല ഇതുവരെ. അതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് കാണും. ചില കളികൾ ഈ പറയുന്ന എന്താണ് പിന്നീട് സൂര്യകുമാർ യാദവ് ജയിപ്പിച്ചിട്ടുണ്ട്, ഹാർദിക് പാണ്ഡ്യ ഒരു കളി ജയിപ്പിച്ചിട്ടുണ്ട്, ഇപ്പൊ സഞ്ജു സാംസൺ ഒരു കളി ജയിപ്പിച്ചിട്ടുണ്ട്, അഭിഷേക് ശർമ്മ ഒരു കളി നല്ല രീതിയിൽ പെർഫോം ചെയ്തു, പിന്നീട് ശിവം ദുബെ. അങ്ങനെ ഓരോ ഇൻഡിവിജ്വലുകളുടെ പെർഫോമൻസ് കൊണ്ടാണ് ഇന്ത്യ കഴിഞ്ഞ കളി വരെ കളിച്ചത്, അല്ലേ? അപ്പൊ ഇവരെല്ലാം കൂടി ഒരുമിച്ചൊരു ഫോം ആയി കഴിഞ്ഞാൽ അമ്മയുടെ സത്യം പറഞ്ഞാൽ നിങ്ങളൊന്നും പരിസരത്ത് വരില്ല. ആരെങ്കിലും ഒരാള് 197 റൺസ് 195 റൺസ് ചേട്ടന്ന്. അയ്യോ, എനിക്ക് അതിനെക്കുറിച്ച് ഇപ്പോഴും സംസാരിക്കാൻ പറ്റുന്നില്ല. ഇനിയും എൻ്റെ ആഗ്രഹം ഇത്രയേ ഉള്ളൂ, സെമിയിലും ഒരു 50 അടിയട്ടാ. 50 അടിച്ചതിന് ശേഷം ഞാൻ പിന്നെ 100 അടിക്കുമെന്ന് പറയും, അത് വേറെ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയോ, സഞ്ജു സാംസന്റെ ബാറ്റിങ്ങിലും വലിയൊരു ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ തുടക്കം അവൻ ഔട്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ, തുടക്കം എന്തായാലും അവൻ എപ്പോഴും പോലെ നല്ല രീതിയിൽ അടിച്ചു തന്നെ കളിക്കും. പക്ഷെ ആ പവർ പ്ലേ കഴിഞ്ഞ് അവൻ ഔട്ടായിട്ടില്ലെങ്കിൽ ഇന്ന് ഇപ്പൊ കണ്ടത്തോളത്തെ ഒരു ഇന്നിങ്സ്, ഒരു വിരാട് കോഹ്ലി സ്റ്റൈൽ ഒരു ഇന്നിങ്സ് നമുക്ക് കാണാൻ സാധിക്കും. അവന് മനസ്സിലായി, കാര്യം പിടികിട്ടി, ഇങ്ങനെയാണ് അടിക്കാലെടുത്ത് അടിക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഗ്രൗണ്ട് കളിച്ച് സിംഗിൾ എടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഒരു 4 അടിച്ച് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട്
ഏതാണ്ട് 200 അടുപ്പിച്ച് സ്ട്രൈക്ക് റേറ്റ് ഉണ്ടായിരുന്നു. കൃത്യമായിട്ട് നമുക്ക് നിൽക്കാനും പറ്റും. ബാറ്റിലോട്ട് വരും ഏത് സമയം കുറച്ചു നേരം ബാറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴാണ് എനിക്ക് ബൗണ്ടറി ചെയ്ത് ആ സമയത്ത് പൂ പോലെ പുഷ്പം പോലെ എനിക്ക് അടിക്കാൻ സാധിക്കും എന്നുള്ളത്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് വളരെ വേലിയിട്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ ഇവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കൂടെ നിന്നുണ്ടെങ്കിൽ പല ഔട്ട് ആവുകയും എനിക്ക് ബാറ്റിൽ കൃത്യമായിട്ട് എനിക്കിപ്പോൾ പറ്റുമ്പോൾ ഇല്ല, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുമ്പോൾ എനിക്ക് ബൗണ്ടറി കടത്താനും പറ്റുന്നു എന്നുള്ളൊരു ആത്മവിശ്വാസം, എന്നെ കൊണ്ട് കഴിയും എന്നൊരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, അതൊരു വേറെ ലെവലാണ്. ഇനി നോക്കി ചേട്ടത്തെ കളി വേറെ ലെവലായിരിക്കും. നമുക്ക് എടുക്കണം.